മലബാറിലേക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലിതാ PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്ത് മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗിൽ നിന്നും വാർത്ത വരുന്നു. 2011-ലും 2016-ലും 2021-ലും കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. വേങ്ങരയിൽ ലീഗിന്റെ വിമതൻ സഭാ കുണ്ടുപുഴയ്ക്കൽ ഇടത് സ്ഥാനാർത്ഥിയാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച സബാഹ് 11,255 വോട്ട് പിടിച്ചിരുന്നു. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ മത്സരം രാഷ്ട്രീയമായിരുന്നുവെന്ന് തന്നെയാണ് സബാഹ് കുണ്ടുപുഴയ്ക്കൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്, ആര് സ്ഥാനാർത്ഥിയായാലും കൂടെ ഉണ്ടാകുമെന്നും സബാഹ് പറയുന്നു. മത്സരത്തിന് ആകുന്നില്ലുള്ളൂ, നിയമസഭാ ഇലക്ഷൻ വരുന്നുള്ളൂ, ആരും തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയുന്ന വിവരങ്ങൾ. ഞാനൊരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണം, അതിൻ്റെ ഒരു സഹയാത്രികനായിട്ട്. അത് ഇടതുപക്ഷത്തിന്റെ ഒരു ഇതിലാണ് പാർട്ടിയാണ് തീരുമാനിക്കുക ആര് സ്ഥാനാർത്ഥിയാണോ, ആര് എവിടേക്ക് ആണെന്നൊക്കെ അത് ഇടതുപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നതാണ് അതിന്റെ തീരുമാനങ്ങൾ. വ്യക്തിപരമായിട്ടല്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ നമ്മളെ വേങ്ങരയിൽ വികസനങ്ങൾ വളരെ മോശം. ഇപ്പൊ തന്നെ കാണാം, ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ഞാൻ എന്ത് ചെയ്യും, അതിന് കൂടെ ഉണ്ടാവും, അത് യാതൊരു സംശയവും ഇല്ല, ആര് സ്ഥാനാർത്ഥിയാക്കിയാലും. രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, വേങ്ങര വിട്ട് എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക്? വിനിത, പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അതുപോലെ പ്രിയപ്പെട്ട മണ്ഡലം തന്നെയാണ് വേങ്ങര. വേങ്ങരയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രകാരവും വേങ്ങരയിൽ ലീഗിന് സുരക്ഷിതമായ മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ സഭാ കുണ്ടുപുഴക്കലിന്റെ സാന്നിധ്യം വലിയ തോതിൽ ലീഗിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം സഭാ കുണ്ടുപുഴക്കൽ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകൾ 11,000-ൽ പരം വോട്ടുകളുണ്ട്. അവിടെ CPM-നും ഏകദേശം 39,000-ലധികം വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ ചേർന്നാൽ ഒരുപക്ഷെ ഒരു വലിയ ലീഗിന്റെ അപ്രമാദിത്വത്തിന് അല്ലെങ്കിൽ അധീശത്വത്തിന് എന്തെങ്കിലും വിള്ളലേൽക്കുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി സുരക്ഷിതമായൊരു മണ്ഡലമായ മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി മാറാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം സംസ്ഥാന വ്യാപകമായി തന്നെ UDF-ന് വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു ക്യാമ്പയിൻ ക്യാപ്റ്റൻ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ഉറപ്പുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്കാണ് വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി മാറുന്നത്. അതാണ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഉറച്ച മണ്ഡലമായ വേങ്ങര വിട്ട് മലപ്പുറത്തേക്ക് കുഞ്ഞാലിക്കുട്ടി പോവുകയാണ്. ഇനി നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. എന്താണ് മലപ്പുറത്ത് എത്രത്തോളം വോട്ടിന് വിജയിക്കും, എങ്ങനെയായിരിക്കും മത്സരം എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഒപ്പം നേരത്തെ പറഞ്ഞ ഇടതുപക്ഷത്തിനൊപ്പം മത്സരിക്കാൻ പോകുന്ന സബാഹ് എത്ര വോട്ട് പിടിക്കും എന്നതും വലിയ ആകാംക്ഷയാണ്. എന്തായാലും തൂത്തുവാരാം മലപ്പുറം എന്ന് തന്നെയാണ് UDF-ന്റെ പ്രതീക്ഷ. തുടർ ചലനങ്ങൾ ഉറപ്പായി രഞ്ജിത്ത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. മലബാറിൽ നിന്ന് പല പ്രേക്ഷകരും രാഷ്ട്രീയം പറയുന്നുണ്ട്, രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങളുമായി സംവദിക്കുമെന്ന് രതീഷ് പറയുന്നു. ഇതാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയം ഒരു വലിയ വിഷയം തന്നെയാണ്. നമ്മളെ ഭരിക്കാൻ പോകുന്നത് ആരൊക്കെയാണ്, തുടർ ഭരണം ഉണ്ടാകുമോ, ഭരണമാറ്റം ഉണ്ടാകുമോ, അതൊക്കെ തന്നെയും വലിയ ആകാംക്ഷ അല്ലേ. അതിനോട് ചുറ്റിപ്പറ്റി തന്നെയാണല്ലോ നമ്മുടെ ജീവിതവും. അതുകൊണ്ട് തന്നെയാണ് ഓരോ മണ്ഡലത്തിലെയും വാർത്തകൾ, ഓരോ മുന്നണിയിലും നടക്കുന്ന കാര്യങ്ങൾ. റിപ്പോർട്ടർ ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ അപ്പോൾ